ഊരത്തിയ മൗലൽ ഹുർബ ഉസിറങ്കൽ യാ ഹബീബ ഉദിമെങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാ യാ റസൂലല്ലാ ബരിശൈ റഹ്മത്തിനല്ല ബഹ്സാക്കാനുള്ളതല്ല ബരുത്തപ്പെടുത്താനല്ല യാ നജിയല്ലാ യാ നജിയല്ലാ ഉരത്തിയ മൗലൽ ഹുർബ ഉസിറങ്കൽ യാ ഹബീബ ഉദിമെങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാ യാ റസൂലല്ലാ. അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കും അൽഹംദുലില്ലാ റാഹത്തായി പോകുന്നുണ്ട്. നോമ്പ് ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ് ഇവിടെ. ഇന്നത്തെ നോമ്പ് തുറ കടികളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇന്ന് നല്ല നെയ്ച്ചോറും പിന്നെ എന്തേനു ആവോലി തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുകയാണ്. കൂന്തൽ ഫ്രൈയും. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾ പൊടി, 1 കഷ്ണം ഇഞ്ചി, 1 കഷ്ണം ഉള്ളിയൊക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയും കടുവും എണ്ണയിൽ പൊട്ടിച്ചിട്ട് അതിലേക്ക് നല്ലപോലെ വഴറ്റിയെടുത്ത് നമ്മുടെ അരവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മിക്സിയിൽ വെള്ളമാക്കിയിട്ട് പിന്നെ ഒഴിച്ച് കൊടുത്തു. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നല്ലതുപോലെ ചാറ് തിളച്ച് അതിന് ശേഷം കുറച്ച് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആകോലി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കറി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആകോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കൂന്തലും മുളക്, ഉപ്പ്, മഞ്ഞളൊക്കെ ചേർത്ത് പൊരിക്കാനിട്ടിട്ടുണ്ട്. ഇന്ന് വലിയ പണിയൊന്നുമില്ല, വെറും ചോറ് മാത്രമായതുകൊണ്ട്. പിന്നെ ജ്യൂസ് ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം ചായ എല്ലാം കുടിച്ചിട്ടാണ് ചോറ് കഴിക്കുള്ളൂ. നിൽക്ക പറഞ്ഞ എണ്ണക്കടികളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, 2 ആളല്ലേ എത്ര കാര്യം എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഇക്കാടെ ഓഫീസിൽ 3-4 ഉസ്താദന്മാരൊക്കെ ഉണ്ട്, ഓലിക്കൊക്കെ കൊടുക്കും കേട്ടോ, ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല. അങ്ങനെ കറിയൊക്കെ തിളച്ചതിന് ശേഷം പിന്നെ 5-8 പച്ചമുളക് മുറിക്കാതെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കറി ഇങ്ങനെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം നല്ല കറിവേപ്പില, നല്ല പച്ച കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് മൂടി വെച്ച് ഇനി ഒന്ന് കുറച്ച് എണ്ണയിൽ കടുകും പിന്നെ ചെറിയ ഉള്ളിയും, അല്ല കടുകല്ല കേട്ടോ, കടുക് ആദ്യം ഇട്ട് കൊടുത്തല്ല, ഉലുവ. പിന്നെ ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ, അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ കൂന്തൽ ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ചോറുണ്ടാക്കണം. അതിന് വേണ്ടി ഒരു ചെമ്പ് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ വീഡിയോ ഒന്നും കാണാൻ നോമ്പായതുകൊണ്ട് വലുതായിട്ട് പറ്റുന്നില്ല. എല്ലാവരുടെ വീഡിയോ ഞാൻ കണ്ടോളും കേട്ടോ. ഞാൻ കാണുന്നില്ല എന്ന് വിചാരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. എല്ലാവരുടെയും ഞാൻ കാണും, തീർച്ചയായിട്ടും സപ്പോർട്ടും ചെയ്യും. അങ്ങനെ 6 kg ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് കുറച്ച് ഒരു ഉള്ളി ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് പിന്നെ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. നമ്മൾ ഏത് കപ്പാണ് അരി എടുക്കുന്നത് അതിൻ്റെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇനി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുകി ഊറ്റി വെച്ച അരി, ബിരിയാണിയുടെ അരിയാണ്, അതിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.
നമ്മൾ അരിയില്ലേ വറ്റിച്ച് വെക്കുന്നതിനെ അല്ല പിന്നെ എടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് നെയ്ച്ചോറും ബിരിയാണിക്കും വറ്റിച്ച് വെക്കലാട്ടോ. അങ്ങനെ ഞാൻ അരിയിട്ടതിന് ശേഷം നല്ലതുപോലെ തിളച്ചേരം ചെറിയ തീ വെച്ച് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി ചോറായി. ഒറ്റ തവണ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം കറക്റ്റായ നമ്മുടെ ചോറ് നന്നാവും. പിന്നെ ഒരു ചെറുനാരങ്ങ വെള്ളത്തിൽ വേണമായിരുന്നു, എൻ്റെ അടുത്ത് ഇല്ലായിട്ട് ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇനി ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വളരെ ചെറിയ തീ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. ഒറ്റ ഒരു ഇളക്കൽ ഇളക്കിയിട്ടുള്ളൂ കേട്ടോ. അത് നല്ല ചോറായിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാതെ ചോറ്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങളെ നോമ്പ് തുറക്കേണ്ട സമയമൊക്കെ ആയി. ചോറൊക്കെ റെഡിയായി കണ്ട. ഒറ്റ ഇളക്കി മൂടി വെച്ചതാണ്. ഒരു 1-2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചു. അങ്ങനെ ചോറ് നല്ല ഒട്ടിപ്പിടിക്കാതെ ചോറായി. നല്ല മണമൊക്കെ ഉണ്ട് കണ്ട. ഫ്രൈ ചൂടായി. പിന്നെ കൂന്തലിൻ്റെ നല്ല അടിപൊളി ആകോലിക്കറിയും അടപ്പെടുക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.